ഡാഷ്ബോർഡിൻ്റെ ഇവിടുത്തെ ഡെമ്മി സ്റ്റീരിയോയുടെ പീസ് മാറ്റിയിട്ട് ഇവിടെ 9 ഇഞ്ചിൻ്റെ അൺബ്ലക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 2+32 GB റാമും 32 GB ഇന്റേണൽ മെമ്മറിയുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ഉള്ള ഒരു സ്റ്റീരിയോ ആണ് ഇവിടെ വയ്ക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെ കൊടുത്തിരിക്കുന്ന ഒരു സാധാരണ ടൈപ്പ് ഇവിടെ ഒരു USB പോർട്ടിൻ്റെ ഇതും ലൈറ്റർ സോക്കറ്റിൻ്റെ ഒരു വയ്ക്കാനുള്ളൊരു പോർഷൻ ഉണ്ട്. നമ്മൾ അവിടെ ഒറിജിനൽ സോക്കറ്റും ഒറിജിനൽ USB പോർട്ടുമാണ് ഫിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഒറിജിനൽ പോർട്ടും ആ USB പോർട്ട് വരുമ്പോഴാണ് ഈ ഭാഗത്തൊരു പ്രീമിയം ടച്ച് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഒറിജിനൽ ഒറിജിനൽ ലൈറ്റർ സോക്കറ്റും ഇതും വയ്ക്കുന്നു. ഒറിജിനൽ ലൈറ്റർ സോക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കവറിൽ 12 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സൈഡിലൊരു സിൽവറിൻ്റെ ഒരു റിംഗ് ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് കിട്ടും. ഇതിൽ സ്റ്റിയറിങ്ങിൽ കൺട്രോൾ വരുന്നില്ല. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഈ ഗ്ലോസി ബ്ലാക്കിൽ തന്നെയുള്ള 2 സൈഡിലും കൺട്രോൾ വരുന്ന XZ പ്ലസിലൊക്കെ വരുന്ന അതേ ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ് നമ്മൾ ഈ വാഹനത്തിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. നെക്സോണിൻ്റെ XC മോഡലിന് കമ്പനി റിയർ പവർ വിൻഡോ നൽകിയിട്ടില്ല. മാനുവൽ വിൻഡോ വൈൻഡിങ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ലിവർ മാറ്റിയിട്ട് ഇവിടെ ഡെമ്മി ക്യാപ്പ് ഇട്ട് ഇത് അടച്ചു കളയും. എന്നിട്ട് ഈ സ്വിച്ച് വരുന്ന പോർഷനിൽ ഈ ഒരു പോർഷൻ മാറ്റി നമ്മൾ കമ്പനി XMൽ വരുന്ന അതേ രീതിയിൽ തന്നെ പവർ വിൻഡോ സിസ്റ്റം ആക്കി അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറും അങ്ങനെ തന്നെ നമ്മൾ ആക്കിയെടുക്കും. കമ്പനി ഈ മോഡലിന് റൂഫ് റെയിൽ നൽകിയിട്ടില്ല. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന ഒരു റൂഫ് റെയിലാണ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ബേസ് മോഡലിനൊന്നും കമ്പനി അലോ വീല് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിടാം. അത്യാവശ്യം ഒരു കൊള്ളാവുന്ന വീലിനൊക്കെ ഒരു 32 to 45 റേറ്റ് വരും. നമ്മൾ ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വയറിംഗ് കിറ്റും ലൂമാക്സിൻ്റെ ആണ്. ഹൈ ക്വാളിറ്റി വയറിംഗ് കിറ്റാണ്. ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ളതാണ്. നമ്മളിൽ കണക്ഷൻ കൊടുക്കുന്നതാണ്. ഇതെല്ലാം ഫുൾ പ്രോപ്പറായിട്ട് സ്ലീവ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കമ്പനി ഇവിടെ സ്ലീവ് കൊടുത്തിട്ടില്ല. ഇതൊക്കെ കണ്ടോ, നിങ്ങൾ കണ്ടോ? ഇതൊക്കെ ഒരു നൈലോണിൻ്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലീവ് കൊടുക്കാം. ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ ഇവിടെ റിലേ വന്നിട്ട് റിലേ ഇവിടെ കൊടുക്കും. ഇവിടെയാണ് നമ്മൾ റിലേ വെച്ചേക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണം. ഇവിടെ വയറിൽ നമ്മൾ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് USB പോർട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. USB പോർട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതും ഒറിജിനൽ ആയിട്ടുള്ള സാധനം തന്നെയാണ്. ടാറ്റയുടെ തന്നെ ഒറിജിനൽ പ്രൊഡക്റ്റായ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റും ഒറിജിനൽ USB പോർട്ടുമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ അങ്ങനെ ഇന്നലത്തെ നെക്സോണിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഈ വണ്ടിയുടെ ഫ്ലിപ്പ് കീ ചെയ്തിരിക്കുന്നത്. RDയുടെ ഫ്ലിപ്പ് കീ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെവി മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കീ ആണിത്. നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന വാലിയോ അല്ലെങ്കിൽ ലൂമാക്സിൻ്റെ ഫോഗ് ലാമ്പാണ്. വാലിയോ ഉപയോഗിച്ച് ലൂമാക്സിൻ്റെ ഫോഗ് ലാമ്പാണ് കറക്റ്റ് നെക്സോൺ ഫിറ്റ്. കട്ടിംഗ് ഒന്നും വരുന്നില്ല. ഫുൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിഫ്ലക്ടറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നോർമൽ ഹാൾജൻ ബൾബാണ് ഇതിനകത്ത് വരുന്നത്. ഇത് മാറ്റി ഒരു 1 year വാറണ്ടി ഉള്ള ഒരു 2500 6 ഇഞ്ചിൽ വരുന്നൊരു LED ഇട്ടാൽ നന്നായിരിക്കും. നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന ഒരു റൂഫ് റെയിലാണ്. ഇത് പല ബ്രാൻഡിൽ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം തിരക്കേറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന് ഫ്രണ്ട് ക്യാമറ കൂടി വരുന്നൊരു സിസ്റ്റമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രില്ലിൻ്റെ ഉള്ളിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിയർ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ താഴെയാണ്. ഈ ഒരു ടൈപ്പ് ക്യാമറയാണ് ഈ സിസ്റ്റത്തോടൊപ്പം വരുന്നത്. ഇത് AHD ക്യാമറയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കമ്പനി വരുന്ന അതേ രീതിയിൽ തന്നെയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ക്യാമറ പറ്റില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്തേക്കുന്ന ഈ പവർ വിൻഡോ സിസ്റ്റമാണ്. നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്യാപ്പ് മാറ്റിയിട്ട് ഇവിടെ ഒറിജിനൽ കമ്പനി വരുന്ന അതേ രീതിയിലുള്ള സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തു. അതോടൊപ്പം ഇവിടുത്തെ ഹോള് നമ്മളൊരു ക്യാപ്പിട്ട് അടച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് കാണാം.
ഈ സൈഡും നമ്മൾ അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേ കമ്പനി വരുന്ന അതേ ഒരു ഒറിജിനാലിറ്റിയും പെർഫെക്ഷനും നമ്മൾ ഇതിന് നൽകിയിട്ടുണ്ട്. 70 മാറ്റിംഗ് ആണ് നമ്മളിത് നൽകിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കാം. എല്ലാ ഭാഗവും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ നോക്കാറുണ്ട്, ഈ ഒരു സൈഡൊക്കെ കൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് ഫുൾ കവറിങ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഫ്രണ്ടിലെ പവർ വിൻഡോ കൺട്രോൾ കൊടുത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് നമുക്ക് ബാക്കിലത്തെ പവർ വിൻഡോയുടെ കൺട്രോൾ ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്, അതും ഒറിജിനൽ രീതിയിൽ തന്നെ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളർ ശരിക്കും ആ ഒരു ഗ്ലോസി ഫിനിഷും 2 സൈഡിലും സ്വിച്ചും വരുന്നതാണ് വണ്ടിക്ക് നല്ലൊരു ഭംഗി കിട്ടാനുള്ള കാര്യം. ഈ സ്റ്റിയറിംഗ് നിന്ന് ലെതർ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഈ 2 സൈഡിലും സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗി, നല്ല ഇതുണ്ട്. പിന്നെ ഇലുമിനേഷൻ ഉണ്ട്, ലൈറ്റ് ഉള്ള ടൈപ്പാണ്. നമ്മൾ പാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നല്ല വൈറ്റ് കളറായിട്ടുള്ള ലൈറ്റാണുള്ളത്, 2 സൈഡിലും ഉണ്ട്. സ്റ്റീരിയോ അൺബ്ലാക്കിൻ്റെ 2+32 ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിങ് വിത്ത് DSP, കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം ഉള്ള സെറ്റാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് സ്റ്റീരിയോ നമ്മൾ കാണിച്ചു തരാം. വിസെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് കാർപ്ലേ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളൊരു ഇതാണ്, ഹാങ് ആവുന്ന കാര്യങ്ങൾ ആവുന്നില്ല. DC വരുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ മാപ്പ് ഇതൊക്കെ ഓൾറെഡി എല്ലാത്തിനകത്തും ഉള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഒരു വോയിസ് കമാൻഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഹേ അപ്ട്രോൺ എന്ന് പറഞ്ഞ സംഭവം, ആ സംഭവമാണ് ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് അത്യാവശ്യം നമുക്കിപ്പോൾ കോൾ എടുക്കുക വരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൾ ചെയ്യാൻ, പിന്നെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യണം, റേഡിയോ, ഇതെല്ലാം ഇതിനോട് പറഞ്ഞ അത്യാവശ്യം ഇത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിളിലൊക്കെ സീരിയൊക്കെ ഉള്ളത് അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണിത്. പിന്നെ ഈ സ്റ്റീരിയോയ്ക്ക് റിമോട്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ടിൽ നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ലേ തന്നെ നമുക്കിത് വെച്ച് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഓക്കെ, സ്റ്റീരിയോയുടെ കേസ് അങ്ങനെയാണ്. നമ്മളതിൻ്റെ USB പോർട്ട് നമ്മൾ ഈ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. കമ്പനി എങ്ങനെയാണെന്ന് വന്നിരിക്കുന്നത് അതേ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെയിം OEM ഫിറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിങ്ങുള്ള ചാർജിങ് പോർട്ട് വരുമ്പോഴാണ് ശരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടുന്നത്, ആ ഒരു ഒറിജിനാലിറ്റിയും ഒരു മികവ് വരുന്നത് ഇത് ഫിറ്റ് ചെയ്യുമ്പോഴാണ്. പിന്നെയുള്ളത് ഒരു USB പോർട്ടാണ്. ആ USB പോർട്ട് നമ്മൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് പെൻഡ്രൈവ് കുത്തി വെച്ചാൽ അതിനകത്തേക്കാണ് ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ആവുന്നത്. ഇനി ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഇതാണ്. താക്കോൽ ഓണാക്കിയാൽ മാത്രമേ ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുള്ളൂ. ഫോഗ് ലാമ്പ് ഓണാക്കി നമുക്ക് നോക്കാൻ പോയി. പിന്നെ നമ്മൾ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷാർപ്പിൻ ആൻറ്റിന കൂടെ നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഇനി ഈ വണ്ടിയിൽ നമുക്ക് ഒരു ബേസ് മോഡൽ നെക്സോണിൽ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ മിറർ നമുക്ക് മാറ്റിയിട്ട് പവർ മിറർ ആക്കാം, വിത്ത് ഫോൾഡിംഗ് ഉള്ള ടൈപ്പിലേക്ക് പോകാം. പിന്നെ ഈ ഒരു മിറർ, ഇത് റിയർ മിററാണ്. ഇത് ശരിക്കും ഭയങ്കര പോരായ്മ കേട്ടോ. ഇതിനകത്തൊരു നൈറ്റ് ഡിമിങ്ങിൻ്റെ ആ ഒരു ഇതല്ലേ, തട്ടുന്നില്ല, അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. പിന്നെ ഇത് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് ഡിമ്മിങ് മിററിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ സാധിക്കും. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു പുഷ് ബട്ടൻ്റെ ഹോൾ കിടപ്പുണ്ട്. ഈ പുഷ് ബട്ടൻ്റെ ഹോളിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പുഷ് ബട്ടൻ്റെ സ്വിച്ച് വെച്ചിട്ട് കീലെസ് എൻട്രി വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഇതിൻ്റെ സെൻട്രൽ കൺസോളുമായിട്ടൊന്നും അതിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പാർട്സിനെല്ലാം അത്യാവശ്യം വില വരുന്നതാണ്. ഈ ഒരു പീസ് ഫുള്ള് മാറണമെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒറിജിനൽ ഹാം റെസ്റ്റിന് ഏകദേശം 7500-8000 രൂപ എടുത്ത് വില വരുന്നുണ്ട്. ആ ഹാം റെസ്റ്റ് നമ്മളിവിടെ എടുത്ത് മേടിച്ച് വെച്ചാലും ഇവിടെ ഇച്ചിരി ചേർച്ചക്കുറവുണ്ട്, പൊങ്ങിയിരിക്കും. പിന്നെ ഇത് കട്ട് ചെയ്യണം. അതിലൊക്കെ ഏറ്റവും ബെറ്റർ ഈ ഒരു ഫുൾ പീസ് മാറുവാണെങ്കിൽ ട്രേ അടക്കം വരും ചെയ്യും. ആ ഹാം റെസ്റ്റ് ഇവിടെ വയ്ക്കുകയും ചെയ്യാം. ബാക്കിലത്തെ AC കിട്ടും. ഇത്രയും വർക്കുകൾ ചെയ്യാം. ഗ്ലോ ബോക്സിൽ പിന്നെ നമുക്ക് AC ഓപ്ഷൻ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അതും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചുകളെല്ലാം മാറ്റിയിട്ട്
ലൈറ്റ് ഉള്ള ടൈപ്പ് സ്വിച്ച് ആക്കാം, അല്ലെ ഇലുമിനേഷൻ ടൈപ്പുള്ള സ്വിച്ചിലേക്ക് മാറ്റാം. ഇത് റൈറ്റ് സൈഡിൽ വരുന്ന ഇതാണ്. ഇതിപ്പോൾ ഓരോരുത്തർ ലൈറ്റ് ഉണ്ട്, മറ്റൊരു ലൈറ്റ് ഇല്ല ഉണ്ട്. അപ്പോൾ ആ ലൈറ്റ് ഇതിപ്പം ഫ്രണ്ട് കൺട്രോൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ബാക്കിൽ പവർ വിൻഡോ OE ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ കൺട്രോളും വിത്ത് ഇലുമിനേഷൻ ഉള്ള ടൈപ്പ് സ്വിച്ചും വെക്കാം. മറ്റൊരു കാര്യം, ഈ ഇവിടെ വരുന്ന കുറച്ച് സ്വിച്ചുകളുണ്ട്. അതെല്ലാം ഇത് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സ്വിച്ചുകളെല്ലാം ആക്ടിവേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കാവുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം വില വരുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ അറിയാം അതിൻ്റെയൊക്കെ വില. അത് ഡയറക്റ്റ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അഡീഷണൽ വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം റിലേ യൂണിറ്റിലെല്ലാം ഉണ്ടാക്കി സെറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഈ വണ്ടി ഫുള്ള് ക്യാൻ കൺട്രോളിൽ വർക്ക് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഇതിൻ്റെ ഈ മിററിൻ്റെ ഔട്ടർ ഇതാക്കാം. ഗ്ലോസി ബ്ലാക്ക് വരുന്ന ടൈപ്പ് ആക്കാൻ പറ്റും. ഈ ഹെഡ്ലൈറ്റിൽ വരുന്ന DRL ഹെഡ്ലൈറ്റാണ്. ആ ഹെഡ്ലൈറ്റ് നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേറ്ററും കൂടെ ആക്കാൻ പറ്റും. ഈ ഒരു പീസിലെ ഇൻഡിക്കേറ്റർ ഒഴിവാക്കി ഇവിടെ ഫോഗ് ലാമ്പ് വെച്ച് ഇത് ടോപ്പ് മോഡലിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇതാണ് ഇതിന് മാറി പാർട്സുകൾ. ഇതൊക്കെ അതിൻ്റെ അകത്ത് വന്ന് മറ്റേ ഇതാണ്. ഇത് രണ്ടും മാറി വൈൻഡിങ്ങിൻ്റെ സെൻസറാണ് നമ്മൾ മാറ്റി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ കമ്പനി വരുന്ന OEM ലുക്കിൽ തന്നെ വണ്ടി അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോവിറ്റിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രീ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം.